മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ബ്രഹ്മപുരത്ത് പുതിയ മാലിന്യ പ്ലാന്റിന് നഗരസഭ ടെൻഡർ ക്ഷണിച്ചു. പ്രതിവർഷം 44,000 ടൺ മാലിന്യം കൈകാര്യം ചെയ്യാൻ ശേഷി വേണം എന്നാണ് പ്രധാനമായും പറയുന്നത്. മാലിന്യ സംസ്കരണത്തിൽ 5 വർഷത്തിൽ കുറയാത്ത പരിചയം വേണമെന്നും നിബന്ധനയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അശ്വതി ചേരുന്ന വിശദാംശങ്ങളുമായി. അശ്വതി, വളരെയധികം വിവാദങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയം കൂടിയാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ്. നമുക്കറിയാം, സോൺട കമ്പനിക്കാണ് ഇതിന്റെ കരാറ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് വിവാദത്തിലായ സാഹചര്യത്തിലാണ് പുതിയ ഒരു അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഈ പറയുന്നത് ക്ഷണക്കത്തിൽ? ഭദ്ര, ബ്രഹ്മപുരത്ത് പുതിയ മാലിന്യ പ്ലാന്റിനുള്ള ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ്. പ്ലാന്റ് പ്രതിദിനം 150 ജൈവ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ളതായിരിക്കണം എന്നാണ് വ്യക്തമാക്കുന്നത്. പ്രതിവർഷം 44,000 ടൺ മാലിന്യം കൈകാര്യം ചെയ്യാൻ ശേഷി വേണം. മാലിന്യ സംസ്കരണത്തിൽ 5 വർഷത്തിൽ കുറയാത്ത പരിചയം വേണമെന്നും ഈ ടെൻഡറിൽ വ്യക്തമാക്കുന്നു. 8 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ 8 മാസത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുന്ന കമ്പനികളെയാണ് ഈ ടെൻഡറിന് വേണ്ടി ക്ഷണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മൊത്തം 48.56 കോടി രൂപയുടെ പദ്ധതിയാണ് നഗരസഭ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ സമാനമായ പദ്ധതികൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള കമ്പനികളിൽ നിന്നാണ് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. പ്രതിവർഷം 44,000 ടൺ മാലിന്യമാണ് ഇവിടെ നിന്നും സംസ്കരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ തന്നെ ഈ വിധത്തിൽ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് സംബന്ധിച്ച ഒരു ടെൻഡർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്ന് നഗരസഭ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ഈ ടെൻഡർ റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയൊരു ടെൻഡറിന് നഗരസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. അതായത് പുതിയൊരു ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതിവർഷം 43,800 ടൺ മാലിന്യം കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരു കമ്പനിയാണ് ഈ ടെൻഡറിനായിട്ട് ക്ഷണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ സോൺട കമ്പനിക്കെതിരായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അതിൽ നിന്നൊക്കെ പുറത്തു കടക്കാനുള്ള നഗരസഭയുടെ ഒരു നീക്കമാണിത്. അതുപോലെ തന്നെ പുതിയ ടെൻഡറിലൂടെ പുതിയ മാലിന്യ പ്ലാന്റ് ആണ് നഗരസഭ വിചാരിക്കുന്നത്. അതായത് ഈ ബ്രഹ്മപുരത്ത് കൃത്യമായ രീതിയിൽ മാലിന്യം സംസ്കരിക്കുന്നില്ല, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലാന്റ് എന്ന രീതിയിൽ ഒന്നുമില്ല എന്നുള്ള ആരോപണങ്ങൾ നിലനിന്നിരുന്നു. ഈ ആരോപണങ്ങളിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് വേണ്ടിയും മറ്റുമാണ് കൃത്യമായി പറഞ്ഞാൽ ഈ നഗരസഭ ഇപ്പോൾ പുതിയ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. എന്തായാലും 8 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണം എന്നാണ് ഈ ടെൻഡറിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭദ്ര, അത് തന്നെയാണ് അശ്വതി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യം അതാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം കത്തി അമർന്നത്. ഏകദേശം ഒരു 12 ദിവസത്തോളം അതിൻ്റെ ബാക്കി പത്രം എന്നോണം ആ ഒരു വിഷപ്പുക കൊച്ചിക്കാർക്ക് ശ്വസിക്കേണ്ടി വരികയും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് വിവാദം ഉണ്ടാവുകയും ഉണ്ടായത്. എന്തായാലും 8 മാസത്തിനുള്ളിൽ സംസ്കരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കമ്പനിക്ക് മാത്രമേ ഈ കരാർ നൽകുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ടെൻഡർ എന്ന് സമർപ്പിക്കണം എന്നാണ്, ഈ അപേക്ഷ എന്ന് സമർപ്പിക്കണം എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണങ്ങളുണ്ടോ? 25-ാം തീയതി വരെയാണ് ഈ ടെൻഡറിന്റെ കാലാവധി പറഞ്ഞിരിക്കുന്നത്. അത് നഗരസഭയുടെ സൈറ്റിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നഗരസഭയുടെ ഈ ടെൻഡർ സൈറ്റ് വഴി ആർക്കും ഈ ടെൻഡറിന് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിദിനം 150 ടൺ ജൈവ മാലിന്യം സംസ്കരിക്കുക എന്നതാണ് ഈ ടെൻഡറിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 8 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് വ്യവസ്ഥ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ സമാനമായ പദ്ധതികൾ നടപ്പാക്കി 5 വർഷത്തെ പരിചയം വേണമെന്നും ഈ വ്യവസ്ഥയിൽ വ്യക്തമാക്കുന്നു. പ്രതിവർഷം 43,800 ടൺ മാലിന്യം കൈകാര്യം ചെയ്ത് പരിചയം വേണം. അങ്ങനെ ഈ മാസം 25 വരെ ഈ ടെൻഡറിന് അപേക്ഷ നൽകാവുന്നതാണ്. ഈ ടെൻഡർ സൈറ്റ് വഴി സാധാരണ നടപടികൾ അങ്ങനെ തന്നെയാണ് ഉണ്ടാകാറുള്ളത്. ഈ ടെൻഡർ സൈറ്റ് വഴി ഈ ടെൻഡറിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഈ വിഷയത്തിൽ ഏതൊക്കെ കമ്പനികൾ മുന്നോട്ട് വരും എന്ന് നമുക്ക് കണ്ടറിയണം. കാരണം 8 മാസമാണ് ഇതിന് കാലാവധി പറഞ്ഞിരിക്കുന്നത്. 8 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 48 കോടി രൂപയുടെ ഒരു ടെൻഡറാണിത്. 5 വർഷത്തെ പരിചയം വേണമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഏതൊക്കെ കമ്പനികളാണ് മുന്നോട്ട് വരുന്നത് എന്ന് നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം. ഭദ്ര.
അശ്വതി, ഈ സോൺട കമ്പനിക്കെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. നേരത്തെ ഒരു ബ്രിട്ടീഷ് പൗരനും ഈ കമ്പനിക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിലെ ഒരു ഏറ്റവും പുതിയതായി ലഭിക്കുന്ന എന്തെങ്കിലും വിശദാംശങ്ങളുണ്ടോ? ഈ സോൺട കമ്പനിയുടെ നിലവിലെ അവസ്ഥ എന്താണ്? സോൺട കമ്പനി ഈ ടെൻഡറുമായി ബന്ധപ്പെട്ട ഈ കരാറുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്നാണ്, ഈ വിഷയത്തിൽ സമ്പൂർണമായ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷവും. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്ന വിജിലൻസും മറ്റും അന്വേഷിക്കട്ടെ എന്നാണ് നഗരസഭ മേയറും പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മപുരത്ത് കരാറെടുത്ത സോൺടയുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി തന്നെ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളതാണ്. 7 വർഷത്തിനിടെ 31 കോടി രൂപ മാലിന്യം സംസ്കരണത്തിന് ചെലവാക്കിയെന്നും സെക്രട്ടറി കോടതിയിൽ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. ഇതിനിടയിൽ ഈ സോൺട കമ്പനി വ്യാപകമായി സോൺട കമ്പനിയുടെ പ്രവർത്തനത്തിനെതിരെ, അത് കൊച്ചിയിൽ മാത്രമല്ല കോഴിക്കോടും അതുപോലെ തന്നെ കൊല്ലത്തും ഒക്കെ തന്നെ വ്യാപകമായി സോൺട കമ്പനിക്കെതിരെ പരാതികൾ ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സമ്പൂർണമായിട്ടുള്ള, അതായത് സോൺട കമ്പനിയുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സോൺട കമ്പനിയെ സംരക്ഷിക്കുന്നതിനുള്ള ചില നിലപാടുകൾ ചിലർ എടുത്തിട്ടുണ്ട് എന്നുള്ള ചില വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വരും മണിക്കൂറുകളിൽ സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത, അതിൽ ചില വഴിത്തിരിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 7 വർഷത്തിനിടെ മാലിന്യ സംസ്കരണത്തിന് ചെലവാക്കിയ തുക എത്രയാണെന്ന് അറിയിക്കണമെന്ന് നേരത്തെ കോടതി ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് കോർപ്പറേഷൻ സെക്രട്ടറി ഈ രേഖകളെല്ലാം കോടതിയിൽ ഹാജരാക്കിയത്. അതായത് 7 വർഷത്തിനിടെ 31 കോടി രൂപ മാലിന്യ സംസ്കരണത്തിന് ചെലവാക്കിയെന്നും അതുപോലെ തന്നെ സോൺടയുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്നും കോർപ്പറേഷൻ തന്നെ ഇവിടെ കോടതിയെ അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള സമഗ്രമായ അന്വേഷണങ്ങളെല്ലാം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഭദ്ര. ശരി, അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ബ്രഹ്മപുരത്ത് പുതിയ പ്ലാന്റിന് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നു. പ്ലാന്റ് പ്രതിദിനം 150 ജൈവമാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ളതാകണം. പ്രതിവർഷം 44,000 ടൺ മാലിന്യം കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള കമ്പനികൾക്കാണ് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. 8 മാസത്തിനുള്ളിൽ സംസ്കരിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാനും ശേഷിയുള്ള കമ്പനികളായിരിക്കണം ടെൻഡറിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 25 പ്ലാന്റിലെ നിർമ്മാണ ചെലവ് 48.56 കോടി രൂപയാണ്. ഈ സോൺട കമ്പനിയുമായുള്ള വിവാദങ്ങളൊക്കെ തന്നെ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പുതിയ കമ്പനിയെ ക്ഷണിച്ചുകൊണ്ട് ഇപ്പോൾ ടെൻഡർ പുറത്തിറക്കിയിരിക്കുന്നത് കൊച്ചി നഗരസഭ. വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് അശ്വതി.